വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി ഇതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നതിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. WACC summarizes the after-tax cost of the entire capital structure. It simply refers to the average cost of the various sources of finance. It is an average of the cost of all sources of finance. അതായത് ഡിഫറെൻറ്റ് സോഴ്സസ് നമ്മൾ പറഞ്ഞല്ലോ, ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ്, ഈക്വിറ്റി, റിട്ടേൺ ഏർണിങ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയും ആവറേജ് ആണ് ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവറേജ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വെയ്റ്റും കൂടി നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. ഈ ഓരോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും ഒരു വെയ്റ്റ് നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വെയ്റ്റും കൂടി അസൈൻ ചെയ്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ആവറേജ് ആണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ അസ്യൂം ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം അസൈൻമെൻറ്റ് ഓഫ് വെയ്റ്റ്സ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് നമ്മൾ ബുക്ക് വാല്യൂനോ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂനോ അനുസരിച്ച് ഒരു വെയ്റ്റ് അസൈൻ ചെയ്യാം. ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിനുള്ള വെയ്റ്റ് അസൈൻ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് തന്നിട്ടുണ്ടാവും. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ടാവുമല്ലോ. ആ സോഴ്സസിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനും ഉണ്ടാവും. ആ പ്രൊപ്പോർഷനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ വെയ്റ്റ് കണ്ടെത്തുന്നത്. ഇപ്പോൾ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈക്വിറ്റി ഷെയർസ് 10 രൂപയ്ക്ക്, പ്രിഫറൻസ് ഷെയർസ് 20 രൂപയുടെ, ഡിബഞ്ചേഴ്സ് 10 രൂപയ്ക്ക് എന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ അത് ടോട്ടൽ 40 രൂപയായി. ഇനി 40-ൽ ഈക്വിറ്റി ഷെയർസിൻ്റെ പോർഷൻ എത്രയാണ്? 10 ആണ് അല്ലേ? അപ്പോൾ 10/40 ചെയ്താലാണ് നമുക്ക്, അതായത് 1/4, 0.25 ആണ് നമ്മുടെ ഈക്വിറ്റി ഷെയർസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വെയ്റ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കണം ആദ്യം. അത് ബുക്ക് വാല്യൂവിനെ നമുക്ക് ബേസ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെയും ബേസ് ചെയ്തിട്ട് എടുക്കാം. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് സെയിൽസ് നടത്തുന്നത് എത്ര എമൗണ്ടിനാണ് അതിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ രണ്ട് ബേസിൽ നമുക്ക് വെയ്റ്റ്സ് അസൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആദ്യം ഒരു വെയ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതായിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ്. ഓരോ സോഴ്സിനുള്ള സ്പെസിഫിക് കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആഫ്റ്റർ അസൈനിങ് വെയ്റ്റ്സ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ സ്പെസിഫിക് കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളത്. ചിലപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത്. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി അത് കഴിഞ്ഞാൽ WACC, ദാറ്റ് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ കോസ്റ്റ് ബൈ ഈച്ച് സോഴ്സ് ബൈ ഇറ്റ്സ് റെസ്പെക്റ്റീവ് വെയ്റ്റ്സ്. അതായത് വെയ്റ്റും കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് WACC കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. വെയ്റ്റും കോസ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സോഴ്സിൻ്റെയും വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും. ഈ വെയ്റ്റഡ് കോസ്റ്റിൻ്റെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടിയും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുന്നത്. ഓക്കെ, ഇക്വേഷൻ വരുന്നത് KO എന്നാണ്. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ is equal to KD, that is cost of debt capital, into WD, that is weight of debt capital, KP എന്ന് പറഞ്ഞാൽ cost of preference capital, WP weight of preference capital, plus KE എന്ന് പറഞ്ഞാൽ cost of equity, then weight of equity divided by weight of debt plus weight of preference, then weight of equity എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വേഷൻ. നമുക്കൊരു ക്വസ്റ്റ്യനിൽ നോക്കാം. ദ ഫോളോയിങ് ഇസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് A Limited.
എ ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് കംപ്ലീറ്റ്ലി തന്നിട്ടുണ്ട്. അതിനകത്ത് ഈക്വിറ്റി ഷെയർസ് ഉണ്ട് 2 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരുന്നത് 2 lakh × 10 ദാറ്റ് ഇസ് 20 lakh ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടില്ല. KE 11% ആണ്. അപ്പോൾ ഇക്വേഷനിലേക്കുള്ള KE KD KP ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 50,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. ടോട്ടൽ എമൗണ്ട് വരുന്നത് 5 lakh ആണ്. സോറി, പിന്നെ 8% ആണ് KP എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. റീറ്റേൺഡ് ഏർണിങ്സ് 10 lakhൻ്റെ ആണ് റീറ്റേൺഡ് ഏർണിങ്സ് ഉള്ളത്. പിന്നെ 11% ആണ് കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്. പിന്നെ 9% ഡിബഞ്ചേഴ്സ് 1,000 rupees ഈച്ച്. 1,000 rupees ഈച്ചിൻ്റെ ഡിബഞ്ചേഴ്സ് ആണ്. എത്ര എമൗണ്ട് ആണ് ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്, 15 lakh. 4.5% ആണ് KD. Presently the debentures are being traded at 94%, preference shares at par and equity shares at ₹13 per shares. Find out the WACC based on book value weight and market value weights. അപ്പോൾ രണ്ടും കാണണം, ബുക്ക് വാല്യൂ വെയ്റ്റിലും മാർക്കറ്റ് വാല്യൂ വെയ്റ്റിലും കാണണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബുക്ക് വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് തന്നെയാണ്. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് തന്നെയാണ് ബുക്ക് വാല്യൂസ്. ഇനി മാർക്കറ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പ്രസൻ്റ്ലി ട്രേഡഡ് അറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ. ഡിബഞ്ചേഴ്സ് 94%-ലാണ് ട്രേഡ് ചെയ്യുന്നത്, 94% വരെയാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ പ്രിഫറൻസ് ഷെയർസ് പാറിലാണ്, ഇക്വിറ്റി ഷെയർസ് 13-ലാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നോക്കൂ, പ്രിഫറൻസ് ഷെയർസ് പാറിലാണെന്ന് പറഞ്ഞാൽ 10-ൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതും. ഓക്കെ, ഇനി ബുക്ക് വാല്യൂ വെയ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ വെയ്റ്റ്സിനെ ബേസ് ചെയ്തിട്ട് സൊല്യൂഷനിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ബുക്ക് വാല്യൂ വെയ്റ്റ്സ് നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടല്ലോ, ഇനി വെയ്റ്റ്സ് നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആദ്യം വെയ്റ്റ്സ് അസൈൻ ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ വെയ്റ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ഷെയറും അതിൻ്റെ ടോട്ടലിൽ എത്രയാണ് എന്നുള്ളത് കണ്ടെത്തണം. ഇപ്പോൾ ഈക്വിറ്റി ഷെയർസിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് എന്നുള്ളത് കണ്ടെത്തണം. അതായത് 20 lakh ആണുള്ളത്. ഔട്ട് ഓഫ് എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ അറിയണം. 20 lakh + 5 lakh + 10 lakh + 15 lakh is equal to 50 lakh. ദാറ്റ് ഇസ് 50 lakh ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലിൽ 20 lakh ആണ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആദ്യം ഇവിടെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ആണല്ലേ ചെയ്തിട്ടുള്ളത്, സോറി. പ്രിഫറൻസ് ഷെയർസിൻ്റെ ആവുന്ന സമയത്ത് 5 lakh ആണ് ഔട്ട് ഓഫ് 50-ൽ. അപ്പോൾ 5 lakh / 50 lakh × 100 ദാറ്റ് ഇസ് 10% ആണ്. 0.10 ഡെസിമലാക്കുമ്പോൾ. ഇനി ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ സമയത്താകുമ്പോഴോ 20 lakh ആണ് എമൗണ്ട് ഔട്ട് ഓഫ് 50 lakh × 100 ദാറ്റ് ഇസ് 40% ഓർ 0.4. ഇനി റിട്ടേൺഡ് ഏർണിങ്സിൻ്റെ കേസിൽ 10 lakh ആണ് ഔട്ട് ഓഫ് 50 lakh × 100 20% ആണ് കിട്ടുക. 9% ഡിബഞ്ചേഴ്സ് ദാറ്റ് ഇസ് 15 lakh ഔട്ട് ഓഫ് 50 lakh × 100 ദാറ്റ് ഇസ് 30% എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. വെയ്റ്റ് എന്ന് പറയുന്നത് ഈ ഡെസിമൽ പ്ലേസിലുള്ളത് ഓക്കെ പെർസെൻറ്റേജ് ആയിട്ടും എടുക്കാം. ഓക്കെ, വെയ്റ്റ്. ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. ഓരോന്നിൻ്റെയും കോസ്റ്റും വെയ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് നമുക്ക് WACC കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ഓരോന്നുമായിട്ട് നമുക്ക് ഓരോ സോഴ്സിനും ബുക്ക് വാല്യൂ എത്രയുണ്ട്, ബുക്ക് വാല്യൂ വെയ്റ്റ്സ് എത്രയാണ്, ദാറ്റ് ഇസ് വെയ്റ്റ് എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, ഇനി വെയ്റ്റും കോസ്റ്റും മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. അപ്പോൾ അത്രയാണ് ടേബിളിൽ കോളംസ് വേണ്ടത്. ആദ്യം ഓരോ സോഴ്സിൻ്റെയും നോക്കാം. സോഴ്സ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആവുന്ന സമയത്ത് 5 lakh ആണ് അതിൻ്റെ ബുക്ക് വാല്യൂ. 10% ആയിരുന്നു അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 8%. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0.80 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10 × 8/100 ചെയ്താൽ മതി. 0.80. ഈക്വിറ്റി ക്യാപിറ്റൽ ആവുന്ന സമയത്ത് 20 lakh ആണ്.
20 ലാക്കിന് ബുക്ക് വെയിറ്റ് എന്ന് പറയുന്നത്, ബുക്ക് വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത് 40% ആണ്. 11% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. അപ്പോൾ W/C എന്ന് പറയുന്നത് 4.40 വരും. റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ അതുപോലെ 10 ലാക്ക് ബുക്ക് വാല്യൂ, 20% ആണ് വെയിറ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് 11%, 2.20 വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ 9% ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ 15 ലാക്കാണ് ബുക്ക് വാല്യൂ, വെയിറ്റ് 30%, കോസ്റ്റ് 4.5%, വെയിറ്റഡ് കോസ്റ്റ് കിട്ടുന്നത് 1.35 ആണ്. ഇനി ഇതിൻ്റെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 8.75 കിട്ടും. ഓക്കെ, ഇനി മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഒന്നും കൂടി വരാം. ഓക്കെ, പ്രസൻ്റ്ലി ദ ഡിബഞ്ചേഴ്സ് ആർ ബീങ് ട്രേഡഡ് അറ്റ് 94%. അപ്പോൾ 94% വരെയേ ഉള്ളൂ. 15 ലാക്കിൻ്റെ 94% വരെ ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് അവിടെ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് കാണുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് പാറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ 10. ഇനി ഈക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്, 13 പെർ ഷെയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഈക്വിറ്റിയാണ്, അതായത് ഈക്വിറ്റി ഷെയർസും റിട്ടേൺഡ് ഏർണിങ്സും കൂടി ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഈ 13 എന്ന് പറയുന്നത് രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈ പ്രൊപ്പോർഷനിലാണ് കേട്ടോ. ഈ 2 ലാക്കും 10 ലാക്കും, അല്ല സോറി 20 ലാക്കും 10 ലാക്കും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2/1 എന്നുള്ളതാണ്. ഈക്വിറ്റി ടു റീറ്റേൺഡ് ഏർണിങ്സ് 1, ആ 2/1 എന്നുള്ള റേഷ്യോയിൽ തന്നെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഈക്വിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കാം. ഇനി ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈക്വിറ്റി എന്ന് പറയുന്നത് 20 lakh ഇൻറ്റു 2 lakh ഷെയർസ് ആണ് പറഞ്ഞതല്ലേ, സോറി 2 lakh ഇൻറ്റു 13, ദാറ്റ് ഈസ് 26 lakh എന്നുള്ളതാണ്. അത് ഈക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റീറ്റേൺഡ് ഏർണിങ്സ് ആണ് ആ 26 lakh എന്ന് പറയുന്നത്. ഇനി അതിനെ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2/1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈക്വിറ്റി എന്ന് പറയുന്നത് 2/1 എന്ന് പറഞ്ഞാൽ ഈക്വിറ്റീൻ്റെ പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 2/3 ആണ് ഓഫ് 26 lakh. 26 lakhൻ്റെ 2/3 എന്ന് പറയുന്നത് 17,33,333 എന്നുള്ളതാണ് ഈക്വിറ്റി ഷെയറിൻ്റെ പോർഷൻ. അതേപോലെ തന്നെ റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ ആകുമ്പോൾ 26 lakhൻ്റെ 1/3 ആവും, ദാറ്റ് ഈസ് 8,66,667 എന്നുള്ളതാണ് റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് സെയിം ആണ്, 10 പാറിൽ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 50,000 ഇൻറ്റു 10 ദാറ്റ് ഈസ് 5 lakh. ഇനി വ്യത്യാസം വരുന്നത് പ്രിഫറൻസ് ഡിബഞ്ചേഴ്സിൻ്റെ കേസിലാണ്. 9% ഡിബഞ്ചേഴ്സ് 94% ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 15 lakh കംപ്ലീറ്റ് ഇല്ല, അതിൻ്റെ 94% മതി, ദാറ്റ് ഈസ് 14,10,000 ആണ് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ടോട്ടലിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരിക, ഓരോന്നിൻ്റെയും പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വെയിറ്റ് വരിക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും വെയിറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ വെയിറ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വേണം. ആ ടോട്ടലിൽ എത്ര പ്രൊപ്പോർഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്രയുണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് നമ്മൾ ആ വെയിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ 5 lakh ആണ് അതിൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത്. ഔട്ട് ഓഫ് എത്രയാണ് അതിന് ടോട്ടൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ 17,33,333 പ്ലസ് 8,66,667 പ്ലസ് 5 lakh പ്ലസ് 14,10,000 എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45,10,000 ആണ് അവിടെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. ബേസ് എമൗണ്ട് 45,10,000 എന്നുള്ളതാണ്. അപ്പോൾ 5 lakh ഔട്ട് ഓഫ് 45,10,000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11.1% ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഈക്വിറ്റി ക്യാപിറ്റൽ അതുപോലെ 17,33,333 എന്നുള്ളതാണ് പുതിയ എമൗണ്ട്, ഡിവൈഡഡ് ബൈ 45,10,000 ഇൻറ്റു 100 ദാറ്റ് ഇസ് 38.4% ആണ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വെയിറ്റ്. റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ വെയിറ്റ് അതുപോലെ 8,66,667 ഡിവൈഡഡ് ബൈ
45,10,000 into 100, that is 19.2% ആണ് അവിടെ റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ വെയിറ്റ്. ഇനി 9% ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ 14,10,000 ഡിവൈഡഡ് ബൈ 45,10,000 into 100, that is 31.3% ആണ് അവിടെ വെയിറ്റ്. ഇനി ഇതേപോലെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കോളംസ് ഏതൊക്കെയാണ് വേണ്ടത്? മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് വേണം, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് വേണം, പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് വേണം, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈച്ച് സോഴ്സിൻ്റെ, പിന്നെ വെയ്റ്റഡ് കോസ്റ്റും വേണം, വെയ്റ്റ് ഇൻറ്റു കോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും കോളംസ് ആണ് വേണ്ടത്. ആദ്യം ഓരോ സോഴ്സിൻ്റെ ആദ്യത്തത് പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ കേസിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 lakh ആണ്. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് എന്ന് പറയുന്നത് 11.1, കോസ്റ്റ് എന്ന് പറയുന്നത് 8%. ഇതൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നതാണ് കേട്ടോ. നമ്മൾ കണ്ടെത്തിയത് ഇപ്പോൾ ഈ വെയ്റ്റ്സ് ആണ്. വെയ്റ്റ്സ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് ആദ്യം ആ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ എമൗണ്ട് വേണം. അതിൽ ഓരോ പോർഷൻ അല്ലെങ്കിൽ ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് വെയ്റ്റ് കിട്ടുക. ഇനി ആ വെയ്റ്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഴ്സിൻ്റെ വെയ്റ്റഡ് കോസ്റ്റ് നമുക്ക് കിട്ടും. ആ വെയ്റ്റഡ് കോസ്റ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും ഇങ്ങനെ കണ്ടുപോകണം. ആദ്യം പ്രിഫറൻസ് ഷെയർസിൻ്റെ കണ്ടു, അപ്പോൾ 0.89 ആണ് കിട്ടുന്നത് വെയ്റ്റഡ് കോസ്റ്റ്. പിന്നെ ഈക്വിറ്റി ക്യാപിറ്റലിൻ്റെ കാണുന്ന സമയത്ത് 17,33,333, വെയ്റ്റ് എന്ന് പറയുന്നത് 38.4, 11% കോസ്റ്റ്, 4.22 ആണ് വെയ്റ്റഡ് കോസ്റ്റ്. റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ കേസിൽ 8,66,667 ആണ് മാർക്കറ്റ് വാല്യൂ, 19.2% ആണ് വെയ്റ്റ്, 11% ആണ് കോസ്റ്റ്. വെയ്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2.11. ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ 14,10,000 ആണ് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് എന്ന് പറയുന്നത് 31.3% ആണ്, 4.5% ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് കോസ്റ്റ് 1.41 ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 8.63 എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബുക്ക് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8.75% എന്നുള്ളതാണ്. എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റേറ്റ് ആണ് നമ്മൾ പറയുന്നത്, അപ്പോൾ പെർസെൻറ്റേജിൽ തന്നെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക എപ്പോഴും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക്ക്. എല്ലാവരും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു എവ്രി വൺ.